നമസ്കാരം. പ്രധാന വാർത്തകൾ. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രപതി ഭവനിലെത്തിയിരുന്നു. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ചടങ്ങിൽ പങ്കെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. ചൊവ്വാഴ്ച നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചത്. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുകയുയർന്നത് പരിഭ്രാന്തി പരത്തി. ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് ബസ്സിൽ നിന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തു ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30 സംഭവം. ബസ്സിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാറയമ്പാടത്തെത്തിയപ്പോൾ പുക ഉയർന്നത്. തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെല്ലാം അതിവേഗം പുറത്തിറങ്ങിയ ശേഷം കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന എത്തി പുക ഉയരാനിടയാക്കിയ ബസിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. സ്ഥലം മാറിയെത്തിയത് 7 മാസം മുമ്പ്. സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥൻ തൂങ്ങിമരിച്ച നിലയിൽ. തവനൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥൻ തൂങ്ങിമരിച്ച നിലയിൽ. പാലക്കാട് ചിറ്റൂർ സ്വദേശി എസ് ബർഷത്തിനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 29 വയസ്സായിരുന്നു. തവനൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ് ബർഷത്ത്. ജയിലിന് സമീപത്ത് തന്നെയുള്ള വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 7 മാസം മുമ്പാണ് ഇദ്ദേഹം തവനൂർ സെൻട്രൽ ജയിലിലേക്ക് സ്ഥലം മാറിയെത്തിയത്. വ്യാഴാഴ്ച പകൽ ഡ്യൂട്ടി ആയിരുന്നു. ഇതിനുശേഷം ജയിലിന്റെ സമീപത്തുള്ള ക്വാർട്ടേഴ്സിലേക്ക് പോവുകയായിരുന്നു. രാവിലെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇടുക്കിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ അപകടം. 3 പേർക്ക് ഗുരുതര പരിക്ക്. കടക്കൽ നിന്നും മറയൂരിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളുടെ ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. സനിക, അർണബ്, ഡ്രൈവർ രതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 16 പേരാണ് ട്രാവലറിലുണ്ടായിരുന്നത്. വിജിൽ കൊലപാതക കേസ്. വിജിലിന്റെയെന്ന് കരുതുന്ന അസ്ഥി കണ്ടെത്തി. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിന്റെ കൊലപാതക കേസിൽ വിജിലിന്റെയെന്ന് കരുതുന്ന അസ്ഥി കണ്ടെത്തി. സരോവരത്തെ ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥി കണ്ടെത്തിയത്. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും അസ്ഥിയും ഉൾപ്പെടുന്ന മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തി. നേരത്തെ സുഹൃത്തുക്കൾ കുഴിച്ചുമൂടിയ വിജിലിന്റെ ഷൂ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് സരോവരം പാർക്കിന് സമീപമുള്ള ചതുപ്പിലായിരുന്നു പരിശോധന.